നമ്മളിനി നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. ഒരു പക്ഷേ ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ലാസ്റ്റത്തെ ക്ലാസ് ആയിരിക്കും. ഇതിൽ വരുന്നതാണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമ്മൾ ഇത്ര നാൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ചാർജ് അല്ലെങ്കിൽ രണ്ട് ചാർജ്, വൺ ചാർജ്, സിംഗിൾ ചാർജ്, അല്ലെങ്കിൽ ഒരു ഡൈപോള്, അല്ലെങ്കിൽ 3-4 ചാർജുകൾ, അതൊക്കെയും പോയിൻ്റ് ചാർജസ് ആയിട്ടാണ് നമ്മൾ ഇത്രയും നാൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. അതിൻ്റെ പ്രോബ്ലംസും അതിൻ്റെ ഡെറിവേഷൻസും ഒക്കെ നമ്മൾ ചെയ്തിരുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാർജ് അല്ല, സിംഗിൾ ചാർജ് അല്ല, ഒരു ചാർജ് ഒന്നുമേ ടച്ച് ചെയ്തിട്ട് ജസ്റ്റ് ലൈക്ക് ബീഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിൽ ബീഡ്സ് എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ആൻഡ് സംതിങ് ലൈക്ക് ഈ കുഴിയപ്പത്തിൻ്റെ തട്ടിൽ കുഴിയപ്പം ഇരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മുട്ടയുടെ ട്രേയിലൊക്കെ എക്സ് ഒക്കെ ഇരിക്കുന്നത് പോലെ, എഗ് ട്രേയിൽ എക്സ് ഇരിക്കണ പോലെ 2 ഡയമെൻഷനിൽ, അല്ലെങ്കിൽ ഒരു ബലൂണിൻ്റെ ഉള്ളിൽ നിറയെ നമ്മൾ എന്ത് ചെയ്യുക, ബീഡ്സ് നിറയ്ക്കുക. അങ്ങനെ ഈ ബീഡുകൾ അല്ലെങ്കിൽ എഗ്ഗ് ഇതിനെയൊക്കെ നമ്മൾ ചാർജായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ, വളരെ ക്ലോസ് ആയിട്ടാണ് ചാർജുകൾ ഇരിക്കേണ്ടായിരിക്കുക. അപ്പോൾ അതാണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഈ ചാർജുകളുടെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള കണ്ടീഷൻസാണ്, അങ്ങനെയുള്ള ഇൻസ്റ്റൻസുകളാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഫോഴ്സൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു പുതിയ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതാണ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഒരു ഡെഫിനിറ്റ് ലെങ്ത്, സർഫസ് ഏരിയ ഓർ വോളിയത്തിലുള്ള ചാർജിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. നിങ്ങൾ കഴിഞ്ഞ വർഷം പ്രീവിയസ് ഇയർ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ദ വെലോസിറ്റി ഓഫ് എ സൗണ്ട് വേവ് ഓർ എ വേവ് ഇൻ എ സ്ട്രിങ്ങിൽ നമ്മളവിടെ ഒരു റൂട്ട് m/l എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ അവിടെ വരുന്നുണ്ട്. വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് m/l, 1/2 റൂട്ട് m/l. അപ്പോൾ അതിൽ സ്മോൾ എം എന്ന് പറയുന്നത് അവിടെ ലീനിയർ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു. അതായത് മാസ് ഓഫ് ദ സ്ട്രിങ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. സിമിലർലി ഇവിടെയും അതേപോലെ തന്നെ ദ ലീനിയർ ചാർജ് ഡെൻസിറ്റിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ലാംഡ. ഇറ്റ് ഈസ് നോട്ട് ഫോർ വേവ് ലെങ്ത്. ലാംഡ എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. സോ വാട്ട് ഈസ് ലാംഡ ബൈ മീൻ? ഇറ്റ് ഈസ് ദ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. യൂണിറ്റ് ലെങ്ത്തിലുള്ള ചാർജിനെയാണ് നമ്മൾ ലാംഡ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് വാസ് ഡെൻസിറ്റി? മാസ് ബൈ വോളിയം. യൂണിറ്റ് വോളിയത്തിലുള്ള മാസിനെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്നത്. സിമിലർലി ഇവിടെ അപ്പോൾ ചാർജ് ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ലെങ്ത്തിനെ പുറത്തോട്ടേക്ക് കൊണ്ടുവരിക. ലാംഡ ഇൻറ്റു ലെങ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു ചാർജ്. കൺസിഡർ ഇങ്ങനെയൊരു ലെങ്ത്, ഇൻഫിനിറ്റ്ലി ലെങ്ത് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ ഒരു വളരെ ഇതിലുള്ള ഈ ഇത്രയും ലെങ്ത് ഉള്ള കണ്ടക്ടറിലുള്ള ടോട്ടൽ ചാർജാണ് ലെറ്റ് ഇറ്റ് ബി ക്യാപിറ്റൽ ക്യൂ. നെറ്റ് ചാർജ് ക്യാപിറ്റൽ ക്യൂ. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ. ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ ലെങ്ത് ആണ് നമുക്ക് ലാംഡ കിട്ടാം. ദെൻ നമുക്ക് ഇത്രയും പോകുന്ന സെക്ഷനിലുള്ള ചാർജ് നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ചാർജ് വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ലെങ്ത്. ഓക്കെ, അപ്പോൾ ഡി എൽ ലെങ്ത്തിലുള്ള ചാർജ് എന്തായിരിക്കും? സോ ഡി ക്യു ഡിവൈഡഡ് ബൈ ഡി എൽ വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ. ഓക്കെ, ഇവിടെയുള്ള ചാർജ് ഡിവൈഡഡ് ബൈ ഇവിടെയുള്ള ലെങ്ത് ആണ് എന്ത് വരിക? ലാംഡ ആയിട്ട് വരിക. സോ ഡി ക്യു വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡി എൽ. കൂടുതൽ നിങ്ങൾ വിചാരിക്കേണ്ട, ഒന്നും അങ്ങനെ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും തിങ്ക് ചെയ്യണം, എന്നാലേ ഇതിൻ്റെ അഡ്വാൻസ് ലെവലിൽ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് ഇത്രയും കൺഫ്യൂസ്ഡ് ആവുന്ന ആൾക്കാർ ഇത്ര മനസ്സിലാക്കുക. ലാംഡ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതായത് ഫോർ ലീനിയർ ചാർജ് ഡെൻസിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത്തും തന്നിട്ടുണ്ടെങ്കിൽ അത്രയും ലെങ്ത്തിലുള്ള നെറ്റ് ചാർജ് കാണാൻ ആ ലെങ്ത്തിനെ ലാംഡ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഫോർ ലീനിയർ ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ലെങ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ചാർജ് ഇൻ ദ ഡെഫിനിറ്റ് റീജിയൻ. ഓക്കെ, സിമിലർലി നെക്സ്റ്റ് വരുന്നതാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. സെക്കൻഡ് വൺ, സർഫസ് ചാർജ് ഡെൻസിറ്റി. ഓക്കെ, സർഫസ് ചാർജ് ഡെൻസിറ്റിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ ലെറ്റ് മീ സീ സിഗ്മ ആണെന്ന് തോന്നുന്നു. പല ടെക്സ്റ്റ് ബുക്കിലും പല ഗൈഡുകളിലും പല പല നൊട്ടേഷൻസാണ് യൂസ് ചെയ്യുക. യെസ്, ഇറ്റ് ഈസ് സിഗ്മ. ഇറ്റ് ഈസ് സിഗ്മ and it is charged by not length, it is area. Charged by area ആണ് എന്ത്? സിഗ്മ ആയിട്ട് വരിക. സോ വാട്ട് വിൽ ബി ചാർജ്? സോ നെറ്റ് ചാർജ് കാണാൻ നമ്മൾ എന്ത് ചെയ്യുക? സിഗ്മേനെ നമ്മൾ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സിഗ്മ ഇൻറ്റു ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു ചാർജ്. ആൻഡ്
അപ്പോൾ ഇതേപോലെ തന്നെ നെറ്റ് ചാർജ് ക്യൂ ആണെന്ന് വിചാരിക്കുക. ടോട്ടൽ ഏരിയയിലേക്ക് ക്യാപിറ്റൽ എ യൂസ് ചെയ്യാം ഓർ എഫ് യൂസ് ചെയ്യാം. എ ആംബിയർ എന്നതിൻ്റെ നൊട്ടേഷൻ ആയിട്ടുള്ള കാരണം ദാറ്റ് വി ക്യാൻ യൂസ് സർഫസ് ഏരിയ ഫോർ ക്യാപിറ്റൽ എഫ് ക്യൂ ബൈ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ. അങ്ങനെ യൂസ് ചെയ്യാം. നിങ്ങൾ ഇങ്ങനെ ഒരു വലിയൊരു ഏരിയയിലുള്ള കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ചാർജുകൾ വളരെ അടുത്തടുത്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിലത്തെ ഇത്രയും പോകുന്നൊരു ചെറിയ പോർഷൻ അതിൻ്റെ ഏരിയയാണ് ഡി എഫ്. ഇവിടെയുള്ള നെറ്റ് ചാർജ് എന്ന് പറയുന്നത് സോ ഡി ക്യൂ, ഇതിലുള്ള ചാർജാണ് ഡി ക്യൂ. ഡി ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മാനെ ഇവിടുത്തെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സിഗ്മ ഇൻറ്റു ഡി എഫ്. ഓക്കെ, ഇവിടെ ഏരിയ ആൻഡ് സിഗ്മ ലാംഡ എല്ലാം എന്താണ്, സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ നിങ്ങൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ ചോദിക്കരുത് എന്നോട്. നമ്മൾ ഫ്ലക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഏരിയ വെക്ടർ ആയിരുന്നല്ലോ. ഇവിടെ എന്താ അങ്ങനെ ആവാത്തത്? ഇവിടെ നമുക്ക് ഇലക്ട്രിക്കൽ ഫീൽഡ് ഒന്നും വന്നിട്ടില്ലല്ലോ. ജസ്റ്റ് എന്താണ് അവിടെയുള്ള ആ ക്വാണ്ടിറ്റി മാത്രം നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. ചാർജ് ഒരു ഡിറക്ഷനൊന്നുമില്ലാത്ത ക്വാണ്ടിറ്റി ആയിട്ടുള്ള കാരണം വി ഡോണ്ട് ഈവൻ ഹാവ് ടു നോ ദ ഡിറക്ഷൻ. സോ ഇത് എല്ലാം സ്കെലാർ ക്വാണ്ടിറ്റീസാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് വോളിയം ചാർജ് ഡെൻസിറ്റി. വോളിയം ചാർജ് ഡെൻസിറ്റി ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ ഗാമ, നോട്ട് ആർ. ഇത് ഗ്രീക്ക് ആൽഫബറ്റ് ഗാമയാണ്. സോ ഗാമ വിച്ച് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ വോളിയം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചാർജ് വിച്ച് ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു വോളിയം. സോ ക്യൂ ബൈ വോളിയത്തിന് വേണമെങ്കിൽ ക്യാപിറ്റൽ ടി എന്നുള്ള ലെറ്റർ യൂസ് ചെയ്യാം, നമുക്ക് ടൗ യൂസ് ചെയ്യാം. ഞാനിവിടെ വി തന്നെ യൂസ് ചെയ്യണുള്ളൂ. വി ദാറ്റ് ഈസ് ഈക്വൽ ടു ഗാമ. ഓക്കെ, സോ നെറ്റ് ചാർജ് ബൈ നെറ്റ് വോളിയം ദാറ്റ് ഈസ് ഈക്വൽ ടു ഗാമ. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ കൺസിഡർ ഒരു വലിയ സ്പെറിക്കൽ വോളിയം നിങ്ങൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. 3 ഡയമെൻഷനാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയ്ഡിങ് ചെയ്ത് കൊടുത്തത്. ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, എന്നാലും പോട്ടെ. ഷാഡോ ഒക്കെ ഉണ്ട് കണ്ടോ. ഓക്കെ, ഇത്രയും പോകുന്ന ഈ വോളിയത്തിൻ്റെ ഉള്ളിൽ ചാർജൊക്കെ കണ്ടിന്യൂസ്ലി അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലത്തെ വളരെ ചെറിയൊരു വോളിയാണ് ഡി വി. ഇതിൻ്റെ ഉള്ളിലത്തെ ചാർജാണ് ഡി ക്യൂ. ദെൻ അങ്ങനെയാണെങ്കിൽ ഡി ക്യൂ ബൈ ഡി വി എന്ന് പറയുന്നതും ഗാമിയായിരിക്കും. വാട്ട് എവർ സ്മോൾ ദ ചാർജ് ഇഫ് ആൻഡ് വാട്ട് എവർ സ്മോൾ ദ വോളിയം. അപ്പോൾ വോളിയം ചാർജൊക്കെ ചെറുതായ കാരണം നമ്മൾ ഡി ക്യൂ ബൈ ഡി വി എന്ന് കൊടുത്തു. ഡി ക്യൂ സ്മോൾ ചാർജ് ബൈ ഡി വി സ്മോൾ വോളിയം. ആ വോളിയത്തിലത്തെ ചാർജ് വളരെ ചെറുതാണ്. അതും എന്തായിരിക്കും, ഗാമയായിരിക്കും. എല്ലായിടത്തും ഗാമ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡി ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡി വി. ഓക്കെ, ഈ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അറിഞ്ഞാൽ ഇനി നമുക്കുള്ള നെക്സ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതാണ് ഗോഫസ് തിയറം എന്ന് പറയുന്ന തിയറം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ് ഗോഫസ് തിയറം. സോ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് പോർഷൻ, ഗോഫസ് തിയറം. ഈ സെക്ഷൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു വിശ്വാസത്തോടു കൂടി ഞാൻ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകുകയാണ്. ഗോഫസ് തിയറം. ഗോഫസ് തിയറം എന്ന് പറയുന്ന തിയറം ഫ്ലക്സിനെയും ചാർജിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ലോ ആണ്. ഈ ലോയിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ ചാർജിൻ്റെയോ അല്ലെങ്കിൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെയോ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള ഇലക്ട്രിക്കൽ ഫീൽഡ് ഇ, ക്യാപിറ്റൽ ഇ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സപ്പോസ് നമ്മളൊരു ലോങ് ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടർ നമ്മൾ എന്ത് കൺസിഡർ, അല്ലെങ്കിൽ എൽ ലെങ്ത്തുള്ള ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി നമുക്കറിയാം. ഓക്കെ, ഈ ഒരു പോയിന്റിൽ ആ ഡിസ്റ്റൻസിൽ നിന്നും ഈ കണ്ടക്ടറിലുള്ള ഇതിൽ ചാർജ് ഉണ്ട് ഫുള്ള്, ഈ കണ്ടക്ടറിൽ നിന്നുമുള്ള ഇലക്ട്രിക്കൽ ഫീൽഡ് കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടുത്തെ ചാർജും ഇവിടുത്തെ ലെങ്ത്ത് R1 ഇത് വെച്ചിട്ട് ഈ ഡയറക്ഷനിലേക്ക് ഒരു ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ, ഇവിടുത്തെ ചാർജും ഇതും വെച്ചിട്ട് ഇങ്ങനൊരു ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഇവിടുത്തെ ചാർജും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചാർജ് ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഗ്യാപ്പിട്ട് വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓരോ പോയിന്റിലത്തെയും അങ്ങനെ കണ്ടുകൊണ്ട് എല്ലാത്തിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ ഒരു എന്താണ് ഒരു ലാംഡ എന്ന് പറഞ്ഞ ചാർജ് ഡെൻസിറ്റി ഇപ്പോൾ എന്താണ് 2 കുളുംബ് പെർ ലെങ്ത്ത് അങ്ങനെയൊക്കെ വരുന്ന ഒരു 10 മീറ്റർ ലെങ്ത്ത് ഉള്ള ഒരു കണ്ടക്ടറിൻ്റെ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇതേപോലെ കണ്ടുപിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ 1 വർഷം പിടിക്കും. കാരണം ഓരോ ചാർജിനെയും കണ്ടുപിടിച്ച് ഇത് ഓരോ ചാർജും അടുത്തിരിക്കുകയാണ്. സോ 1 നാനോമീറ്റർ ലെങ്ത്തിലാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ റിസൾട്ടൻ്റൊക്കെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു
കാൽക്കുലേറ്റ് ഓൾമോസ്റ്റ് ഇൻഫിനിറ്റ് കാൽക്കുലേഷൻ. ഓക്കെ, ഇൻഫിനിറ്റ് അല്ല, ഫൈനൈറ്റ് തന്നെയാണ്, പക്ഷേ നിങ്ങൾക്കത് ഇൻഫിനിറ്റ് ആയിട്ട് തോന്നും. വളരെ ലോങ് കാൽക്കുലേഷൻ ആയിരിക്കും, TDF കാൽക്കുലേഷൻ ആയിരിക്കും. സോ അങ്ങനെയുള്ള കണ്ടീഷനിൽ സയൻറ്റിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോഫസ് ലോ വന്നിട്ടുള്ളത്. എന്താണ് ഗോഫസ് ലോവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്? സോ ദിസ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ്: ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഇഫ് ന്യൂമറിക്കലി ഈക്വൽ ടു 1/ε0 ടൈംസ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഒരു സർഫസിൻ്റെ കൂടെ ഒരു ക്ലോസ്ഡ് സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ചാർജ് പുറത്തോട്ടേക്ക് എന്ത് വിടും? അതിൻ്റെ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈ ആരോ മാർക്ക് വെച്ച് കാണിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. സോ ഫീൽഡ് ലൈൻസ് അതിൻ്റെ പുറത്തേക്കൂടെ ഈ സർഫസിൽ കൂടെ ഈ ഫീൽഡ് ലൈൻസും എന്തിൻ്റെ കടന്ന് പോകുന്നുണ്ട്. അപ്പോൾ ആ ടോട്ടൽ സർഫസിൽ കൂടെ എന്തുണ്ടാവുന്നുണ്ട്? ഫ്ലക്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നോർമലായിട്ട് ഇലക്ട്രിക്കൽ ഫീൽഡ് ലൈൻസ് കടന്ന് പോകുന്നുണ്ട്. അപ്പോൾ നെറ്റ് ഫ്ലക്സ് കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ ഇത് നോക്കണ്ട. ഫ്ലക്സ് വിച്ച് ഈസ് ഈക്വൽ ഇൻ്റഗ്രൽ സർഫസ് ഇൻ്റഗ്രൽ E.df. ഇതാണ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. പക്ഷേ ഇത് ഓരോ ചെറിയ ഏരിയയിലും നമ്മൾ നോക്കി കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ ടൈം പിടിക്കും. അപ്പോൾ ഗോഫസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ നെറ്റ് ഫ്ലക്സ്, ടോട്ടൽ ഇലക്ട്രിക്കൽ ഫ്ലക്സ്, ദ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലാണെന്ന് നമുക്കറിയാം. സോ ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ ഗൈഡിലോ നോർമൽ ഇലക്ട്രിക്കൽ ഫ്ലക്സ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നോർമൽ എന്നുള്ള വാക്കിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്ലക്സ് ഇസ് ഓൾവേസ് നോർമൽ. കാരണം ഫ്ലക്സിൻ്റെ ഡെഫിനേഷൻ തന്നെ അങ്ങനെയാണല്ലോ. ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു 1/ε0 ടൈംസ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. സോ ഫ്ലക്സ് ഫൈ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഇൻ്റഗ്രൽ E.df. ഈ ചാർജ് കാരണം ഈ സർഫസിൽ കൂടെയുള്ള നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ E.df. ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഈ ലോ പ്രകാരം Q/ε0 1/ε0 ടൈംസ് ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഇത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന സർഫസ് ഈ സർഫസ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ് Q ആണ്. സോ Q/ε0 ഈസ് ദ നെറ്റ് ഫ്ലക്സ് ത്രൂ ദിസ് സർഫസ്. സോ ദിസ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഗോഫസ് ലോ. ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്താണ്? അപ്പോൾ ഇവിടെ നോക്കാം, ഫ്ലക്സ് അടക്കട്ടെ, ഈ രണ്ട് ഇക്വേഷൻ നോക്കാം. ഇൻ്റഗ്രൽ E.df ഈസ് ഈക്വൽ ടു Q/ε0. അപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഈ ഒരു കണ്ടീഷൻ തന്നെ നോക്കാം. ചാർജ് ഇപ്പോൾ സപ്പോസ് ഇവിടെ ആയിരുന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർഫസിലത്തെ ഓരോ പോയിൻറ്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് എന്താണ്? ഡിഫറൻ്റ് ആണ്. ഇത് R1, ഇത് R2, R3, R4. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിൻറ്റിലത്തെ ഇലക്ട്രിക്കൽ ഫീൽഡ് E4 ആവില്ല. ഈ ഒരു പോയിൻറ്റിലത്തെ ഇലക്ട്രിക്കൽ ഫീൽഡ് E2, ഈ ഒരു പോയിൻറ്റിലത്തെ ഇലക്ട്രിക്കൽ ഫീൽഡ് E3. ഈ ഓരോ പോയിൻറ്റിലത്തെയും ഇലക്ട്രിക്കൽ ഫീൽഡിനെ അവിടുത്തെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? ആ ഒരു ഭാഗത്തെ ഫ്ലക്സ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ ഫ്ലക്സും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നെറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ ഫ്ലക്സ് കിട്ടുക. മനസ്സിലായില്ലേ? അതായത് ടോട്ടൽ സർഫസിലെ ടോട്ടൽ ഫ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓരോ പോയിൻറ്റിലത്തെയും സർഫസിലത്തെ ഓരോ പോയിൻറ്റിലും ആ ചാർജ് കാരണമുള്ള ഇലക്ട്രിക്കൽ ഫീൽഡും അവിടുത്തെ ഏരിയനും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ എല്ലാം കൂടി സം ചെയ്യുന്നതാണ് ഈ ഇൻ്റഗ്രേഷൻ എന്നതിൻ്റെ മീനിങ്, നെറ്റ് സം. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജ് ഇപ്പോൾ സെൻറ്ററിലല്ല എന്നായിരുന്നെങ്കിൽ ഈ ഓരോ സർഫസിലത്തെ ഓരോ പോയിൻറ്റിലും ഇലക്ട്രിക്കൽ ഫീൽഡ് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. കുഴപ്പമൊന്നുമില്ല. സപ്പോസ് ഇത് സെൻറ്ററിലാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. കറക്റ്റ് ഈ സ്പിയറിൻ്റെ ഇതൊരു സ്പെറിക്കൽ സർഫസ് ആണ്. ഒത്ത നടുക്ക് അതിൻ്റെ സെൻറ്ററിലാണ് വി ആർ പുട്ടിങ് ദ ചാർജ്. സോ ലെറ്റ് ദ ചാർജ് ബി ദിസ് പൊസിഷൻ. സോ ഇങ്ങോട്ടേക്ക് R ഡിസ്റ്റൻസ്, ഇങ്ങോട്ടേക്കും R ഡിസ്റ്റൻസ്, ഇങ്ങോട്ടേക്കും R ഡിസ്റ്റൻസ്, അങ്ങനെ എല്ലാ ഭാഗത്തേക്കും R ഡിസ്റ്റൻസ്. കാരണം റേഡിയസ് കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഗുണം? ഈ സർഫസിലത്തെ ഓരോ പോയിൻറ്റിലും ഇലക്ട്രിക്കൽ ഫീൽഡിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം ഇലക്ട്രിക്കൽ ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താ? E which is equal to 1/4πε0 Q/R². Q R എന്ന് പറയുന്നത് ഈ സർഫസിലേക്കുള്ള ഓരോ പോയിൻറ്റിലത്തെ ഡിസ്റ്റൻസ്. അപ്പോൾ E1ഉം E2ഉം E3ഉം E4ഉം ഒക്കെ എന്തായിരിക്കും? R കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കാരണം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെ വന്നാൽ എന്താ നമ്മുടെ ഗുണം? അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇൻ്റഗ്രൽ E.dfൽ ഇൻ്റെ വാല്യൂ, അപ്പോൾ E.df എന്ന് വെച്ച് കഴിഞ്ഞാൽ EDF cos θ. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ EDF cos θ. ഓക്കെ, നമുക്കിപ്പോൾ EDF എന്ന് മാത്രമായിട്ട് എടുക്കുക, അവിടെ ഇരിക്കട്ടെ. ദാറ്റ് ഈസ് ഈക്വൽ ടു Q/ε0. ഈ കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ ഈൻ്റെ അടുത്ത് നമുക്ക് എന്തിടാം? പുറത്തേക്ക് എടുക്കാം. കാരണം എല്ലാ പൊസിഷനിലും കോൺസ്റ്റൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ പുട്ട് E ഔട്ട്സൈഡ് ഓഫ് ദി ഇൻ്റഗ്രൽ. സോ ഇൻ്റഗ്രൽ E ഇൻ്റഗ്രൽ DF ഈക്വൽ ടു Q/ε0. അപ്പോൾ എന്ത് ചെയ്യുക? ഈനെ ഇവിടെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/ഇന്റഗ്രൽ DF Q/ε0 എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർഫസിലത്തെ ഓരോ പോയിന്റിലുള്ള ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഈ സർഫസിലത്തെ ഓരോ പോയിന്റിലുള്ള ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത്. നിങ്ങൾക്ക് ഗോഫസ് ലോ ജസ്റ്റ് പറയും, ഇതിൻ്റെ 3 അപ്ലിക്കേഷൻ നിങ്ങൾക്ക് തരും. അങ്ങനെ ഒരു പഠിപ്പിക്കൽ ശരിക്കും നിങ്ങൾ ഒരു നോളജ് ബേസിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല അത് പഠിപ്പിക്കേണ്ടത്. ഈ പറഞ്ഞ പോലെ വേണം പഠിപ്പിക്കാൻ. ഇങ്ങനെ ആരും പറഞ്ഞു തരില്ല. എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പോയിൻ്റ് ചാർജ് അല്ല തരാം, ചാർജ് ഡിസ്ട്രിബ്യൂഷൻ തരും, ഇറഗുലർ ഷേപ്പ് ആയിട്ടുള്ളതൊക്കെ തരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു അപ്രോച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ടൈപ്പ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ തരും. ഒരു പോയിൻ്റ് ചാർജ്, ദെൻ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു കണ്ടക്ടർ വയറുമ്പോൾ കുറേ ചാർജുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു. ദെൻ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, വോളിയം ചാർജ് നിങ്ങൾക്ക് ഇപ്പോൾ തരില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണണം. സോ ആ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ നെറ്റ് ചാർജ് നിങ്ങൾ എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യണം, ലാംഡയും സിഗ്മയും ഗാമയൊക്കെ വെച്ചിട്ട്. അതിനുശേഷം ആ ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും ഒരു പർട്ടിക്കുലർ പോയിന്റിലത്തെ ഇലക്ട്രിക്കൽ ഫീൽഡാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ആ പോയിന്റിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷനെ എൻക്ലോസ് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ഒരു സർഫസ് നിങ്ങൾ എന്ത് ചെയ്യണം, കൺസ്ട്രക്റ്റ് ചെയ്യണം. പക്ഷെ അങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സർഫസിൽ കൂടെയുള്ള എല്ലാ പോയിന്റിലത്തെയും ഇലക്ട്രിക്കൽ ഫീൽഡ് ഈക്വൽ ആവുന്ന രീതിയിലുള്ള ഒരു ജിയോമെട്രിക്കൽ ഫിഗറാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അത് ഞാൻ അടുത്ത ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്കത് ഇലാബോറേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആ ഗോഷ്യൻ സർഫസ് എന്നാണ് നമ്മളതിനെ പറയുക. ആ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി വരയ്ക്കാൻ വേണ്ടി ഒക്കെ കാണാൻ വേണ്ടി ഗോസസ് തിയറം വെച്ചിട്ട് ഈ കാണാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്ന സർഫസിനെ നമ്മൾ ഗോഷ്യൻ സർഫസ് എന്നാണ് പറയുക. ഈ ഗോഷ്യൻ സർഫസിലുള്ള എല്ലാ പോയിന്റിലും ഇലക്ട്രിക്കൽ ഫീൽഡ് ഈക്വൽ ആവുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു സർഫസ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ പുറത്തേക്ക് എടുക്കാൻ, അല്ലെങ്കിൽ ഈ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ അപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ വെച്ചിട്ട് ഈ ഗോസസ് തിയറം വെച്ചിട്ട് നമ്മൾ ഒരു പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകാൻ. നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് തന്നെയാണ്. എങ്ങനെയായിരുന്നു 1/4πε0 Q/r². അതെന്ത് ചെയ്യണം, ഗോസസ് തിയറം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് അപ്ലിക്കേഷനാണ്. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഞാൻ ബോർഡും എഴുതുന്നില്ല, എഴുതി ഞാൻ ടൈം കളയുന്നില്ല. Derive Coulomb's law from Gauss's law. Once again I repeat, derive Coulomb's law, അതായത് 1/4πε0 Q/r². Coulomb's law from Coulomb's law of electrical field intensity എന്നും കൂടി ആയിക്കോട്ടെ, കുഴപ്പമില്ല. Derive Coulomb's law of electrical field intensity from Gauss's law. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ എ പോയിന്റ് ചാർജ് Q എന്നുള്ളൊരു പോയിന്റ് ചാർജ് നിങ്ങൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ദെൻ ഈ ഒരു പോയിന്റിലത്തെ ഈ പി എന്ന് പറയുന്ന പോയിന്റിലത്തെ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ നിങ്ങൾ എഴുതുക, കൺസിഡർ എ പോയിന്റ് Q അറ്റ് പോയിന്റ് O എന്ന് പറയുന്ന പോയിന്റിലത്തെ ക്യാപിറ്റൽ Q എന്ന് പറയുന്ന ഒരു ചാർജ് കൺസിഡർ ചെയ്യുക. വി ഹാവ് ടു കാൽക്കുലേറ്റ് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദ പോയിന്റ് P. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പി കൂടെ കടന്നു പോകുന്ന ഒരു സർഫസ്, ഒരു ഗോഷ്യൻ സർഫസ് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, കൺസ്ട്രക്ട് ചെയ്യണം. അതിൽ 2 കാര്യം ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ, അങ്ങനെ വരയ്ക്കുമ്പോൾ ഈ പി കൂടെ സർഫസ് കടന്നു പോകണം ആൻഡ് ആ സർഫസിൻ്റെ ഉള്ളിലായിരിക്കണം ഈ ചാർജ്. സോ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സർഫസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. 3 ഡയമെൻഷനിലാട്ടോ, എനിക്ക് ബോർഡിലായിട്ടുള്ള അങ്ങനെ 2 ഡയമെൻഷനിലായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. ഇതൊരു ഇറഗുലർ സർഫസ്. ഇങ്ങനെ വരച്ചതിന് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റിലത്തെ ഇലക്ട്രിക്കൽ ഫീൽഡും ഈ പോയിന്റിലത്തെ ഇലക്ട്രിക്കൽ ഫീൽഡും ഈ പോയിന്റിലത്തെ ഇലക്ട്രിക്കൽ ഫീൽഡും ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും. കാരണം ആ പോയിന്റുകളിലേക്ക് ഈ ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്താ, ഡിഫറൻറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന സർഫസിൻ്റെ ഉള്ളിലായിരിക്കണം ചാർജ്. രണ്ടാമത്തെ കാര്യം, ആ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ഗോഷ്യൻ സർഫസ് നിങ്ങൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഗോഷ്യൻ സർഫസിലുള്ള എല്ലാ പോയിന്റിലോട്ടേക്കും ആ ചാർജിൽ നിന്നുമുള്ള ദൂരം എന്തായിരിക്കണം, കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ ഞാൻ ആ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ഒരു സ്പിയർ വരച്ചു. ആ സ്പിയറിൻ്റെ ഒത്ത നടുക്കാണ് ആര്, ഈ ചാർജ് സെൻറ്ററിലാവണം. അപ്പോൾ എന്ത് വന്നു, ഈ പോയിന്റിലേക്ക് ആ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ ചാർജും ഈ പോയിന്റും ആ ഡിസ്റ്റൻസ് പാർട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ പറയാൻ വിട്ടു. ക്യൂവും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 അപ്പോൾ 6 റേഡിയസിന് ഞാൻ എന്ത് ചെയ്തു, ഒരു ഗോഷ്യൻ സർഫസ്, ഒരു സ്പിയർ ഞാനിവിടെ കൺസ്ട്രക്ട് ചെയ്തു.
അപ്പോൾ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് മാറും, ഇങ്ങോട്ടേക്കും. അപ്പോൾ ഇതിൻ്റെ സർഫസിൽ എല്ലായിടത്തും ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആസ് Q and R are constant. Then what is the flux, net flux equal to Gauss law നമ്മൾ എഴുതാണ് integral E dot df that is equal to integral E df. എല്ലാ പോയിന്റിലും എന്താണ് ഈ ഇങ്ങനെ കടന്നു പോകുന്നു, ഏരിയയും എന്താണ് ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാ പോയിന്റിലും ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഈ സർഫസ് ഏരിയ വെക്ടറും പാരലായിട്ട് കടന്നു പോകുന്നത്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ഇ ഡി എഫ് കോസ് തീറ്റ. സോ അല്ലെങ്കിൽ ഇവിടെ ഇ ഡി എഫ് കോസ് തീറ്റ, ഇവിടെ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 0 ഡിഗ്രിയാണ് വരിക. സോ ഇൻ്റഗ്രൽ ഇ ഡി എഫ്. ഇപ്പോൾ ഇ ഡോട്ട് ഡി എഫ് നമുക്ക് ഇൻ്റഗ്രൽ ഇ ഡി എഫ് വെക്ടർ നൊട്ടേഷനും പോയി കോസ് തീറ്റയും പോയി, ജസ്റ്റ് ഇ ഡി എഫ് എന്ന് മാത്രമായിട്ട് വന്നു. എല്ലാ പോയിന്റിലും ഇയും ഡി എഫും എന്താണ് പാരലായിട്ടാണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ ഗോസസ് ലോ നമ്മൾ അപ്ലൈ ചെയ്യാണ്. ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഇതാണ് എന്ത് ഇക്വേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കിയാൽ എല്ലാ പോയിന്റിലും ആസ് ഇ ഈസ് കോൺസ്റ്റൻറ്റ് ഓവർ ദ സർഫസിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കാരണം ഇ ഇൻ്റഗ്രൽ ഡി എഫ്, ഈ എടുത്ത് പുറത്തേക്ക് ഇട്ടു, ഇൻ്റഗ്രൽ ഡി എഫ് ഏരിയയുടെ ഇൻ്റഗ്രൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഈ ചെറിയ ഏരിയയുടെ ഇൻ്റഗ്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർഫസിൻ്റെ ടോട്ടൽ ഏരിയ ആണ് വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ടോട്ടൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ചെറിയ ഏരിയയുടെ ഇൻ്റഗ്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ഏരിയ എല്ലാം കൂടി ആഡ് ചെയ്ത് ടോട്ടൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഏരിയ. സോ വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദിസ് ഗോഷ്യൻ സർഫസ് ആസ് ഇറ്റ് ഈസ് എ സ്പിയർ? സ്പിയറിൻ്റെ സർഫസ് ഏരിയ എന്താണ് 4πr². സോ ഇ ഇൻറ്റു 4πr² വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. നമുക്ക് ഈ എല്ലാം കണ്ടുപിടിക്കേണ്ടത് ബാക്കിയുള്ള ഉടനെ അപ്പുറത്തേക്ക് കൊണ്ട് പോവാം. 1/4πr² ക്യൂ ബൈ എപ്സിലോൺ 0 ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1/4πε0 ക്യൂ ബൈ r². കണ്ടോ? അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പ്രൂവ് ചെയ്തത്? വി പ്രൂവ്ഡ് Coulomb's law of electrical field intensity from Gauss's law. ഇനി Coulomb's law പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് എ സ്മോൾ ചാർജ് ക്യൂ ഹിയർ, ഈ പോയിന്റിൽ ക്യൂ നമ്മൾ എന്ത് ചെയ്യുക വയ്ക്കുക. അപ്പോൾ വാട്ട് ഈസ് നെറ്റ് ഫോഴ്സ് അറ്റ് ദാറ്റ് പോയിന്റ്? നെറ്റ് ഫോഴ്സ് വിച്ച് ഈസ് നമുക്കറിയാം F/Q വിച്ച് ഈസ് ഈക്വൽ ടു E. ദെൻ വാട്ട് ഈസ് ഫോഴ്സ്? ക്യൂവിന് ഇപ്പുറത്തേക്ക് കൊണ്ട് പോവുക, EQ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ r² ആണ് എന്ത് E QQ. 1/4πε0 QQ ഡിവൈഡഡ് ബൈ r². അതല്ലേ Coulomb's law. Q1 Q2 ഡിവൈഡഡ് ബൈ r². ഞാൻ വരച്ചിരിക്കുന്ന ഫസ്റ്റ് ചാർജ് Q, സെക്കൻഡ് ചാർജ് സ്മോൾ q. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. സോ ദിസ് ഈസ് ദ വാലിഡേഷൻ ഓഫ് Coulomb's law ഫ്രം Gauss's law. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്, പലർക്കും ചെയ്യാൻ പറ്റാറില്ല. ആ ടൈം ആകുമ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് പോകും. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു ലീനിയർ ചാർജ് ഡെൻസിറ്റി, ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ചാർജ് ക്യാരിയിങ് കണ്ടക്ടർ കാരണം ഒരു പോയിന്റിലത്തെ ഇലക്ട്രിക്കൽ ഫീൽഡാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം, ഫൈൻഡ് ഔട്ട് ദ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് ചാർജ് ക്യാരിയിങ് കണ്ടക്ടർ in which the point is small r distant from the conductor. Once again I repeat, find out electrical field intensity due to, ഇത് മാത്രം എഴുതിയാലും മതി, find out the expression for electrical field intensity due to an infinitely long charge carrying conductor. So ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഇതൊരു ഇൻഫിനിറ്റ്ലി ലോങ് ആണ്, ഇൻഫിനിറ്റ്ലി ലോങ് ആവണം. ഇതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു ചാർജ് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട്. ഇതിൻ്റെ ചാർജ് ഡെൻസിറ്റി, ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ലാംഡ എന്നുള്ളത്, നെറ്റ് ചാർജ് ബൈ നെറ്റ് ലെങ്ത്. ഇൻഫിനിറ്റ്ലി ലോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലോങ് ഉണ്ടെന്ന് ഇവിടെ മീൻ ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് നമുക്കൊരിക്കലും ഈ എർത്തിൽ ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. കൺസിഡർ ദാറ്റ് ഇവിടെ നിന്നും ഒരു 10 കിലോമീറ്റർ അപ്പുറത്തോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു വലിയ ഒരു വയർ, ഒരു മെറ്റാലിക് കോപ്പർ വയർ നമ്മൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഫുള്ളും ചാർജ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 10 കിലോമീറ്ററാണ് ടോട്ടൽ ലെങ്ത്ത് വരിക. ലെറ്റ് എത്രയാണ്, ഒരു 20,000 കുളുമ്പോ അങ്ങനെ വല്ലതും ആയിരിക്കും. എന്ത് 20,000 കുളുമ്പൊക്കെ ആയിരിക്കട്ടെ ദ നെറ്റ് ചാർജ് ഇൻ ദിസ് വയർ. സോ
For 20,000 Coulomb divided by 10 കിലോമീറ്റർ അല്ലേ 10,000. അപ്പോൾ 2 Coulomb per meter ആണ് നമുക്ക് എന്ത് വരിക ലാംഡ വരിക. അപ്പോൾ ചാർജ് ബൈ ലെങ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ. ചാർജ് കുളുമ്പിൽ ലെങ്ത്ത് മീറ്ററിൽ. അപ്പോൾ കുളുമ്പ് പെർ മീറ്റർ ആണ് ലാംഡയുടെ യൂണിറ്റ് വരിക. ഞാൻ അതവിടെ പറയാൻ വിട്ടുപോയി. ലാംഡയുടെ യൂണിറ്റ് കുളുമ്പ് മീറ്റർ ഇൻവേഴ്സ്, സിഗ്മയുടെ യൂണിറ്റ് കുളുമ്പ് മീറ്റർ റേസ് ടു -2, ഗാമയുടെ യൂണിറ്റ് കുളുമ്പ് മീറ്റർ റേസ് ടു -3, കുളുമ്പ് പെർ മീറ്റർ സ്ക്വയർ, കുളുമ്പ് പെർ മീറ്റർ ക്യൂബ്, ഇങ്ങനെയാണ് യൂണിറ്റ് വരിക. സോ വാട്ട് എവർ ഇങ്ങനെയുള്ള ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ചാർജ് ക്യാരിയിങ് കണ്ടക്ടറിൽ നിന്നും ആ ഡിസ്റ്റൻസ് അകലെ ഒരു പോയിൻ്റ് പി വെച്ചിട്ടുണ്ട്. ഈ പോയിൻ്റ് പിയിൽ കൂടെയുള്ള ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യണം കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങളപ്പോൾ ഏത് ജോമെട്രിക്കൽ ഫിഗറാണ് നിങ്ങൾ കൺസ്ട്രക്റ്റ് ചെയ്യുക. കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ 2 കാര്യം ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ, ആ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ഒരു സർഫസ് ആയിരിക്കണം. ആ സർഫസിൻ്റെ ഉള്ളിലായിരിക്കണം ആര് ഈ ചാർജ് ക്യാരിയിങ് കണ്ടക്ടർ. നീളം നിങ്ങൾ നോക്കണം, അതിൻ്റെ ഏതെങ്കിലും ഡെഫിനിറ്റ് പോർഷൻ അതിൻ്റെ ഉള്ളിലായാൽ മതി. എന്നിട്ട് നമുക്ക് പറയാം ഇങ്ങനെ എല്ലായിടത്തും നമുക്ക് ഇതേപോലെ കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ പോയിന്റിലും നമുക്ക് ഇലക്ട്രിക്കൽ ഫീൽഡ് കണ്ടുപിടിക്കാം, അങ്ങനെ പറയാം. ആൻഡ് ദ സെക്കൻഡ് വൺ, അതിൻ്റെ സർഫസിലുള്ള ഫ്ലക്സ് എപ്പോഴും എന്തായിരിക്കണം, സർഫസിൽ ഓരോ പോയിന്റിലും നോട്ട് ഫ്ലക്സ്, ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ആ സർഫസിലുള്ള ഓരോ പോയിന്റിലും എന്തായിരിക്കണം സെയിം ആയിരിക്കണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതെന്താണ് ലെങ്ത്, അതായത് ഒരു 1 ഡയമെൻഷണൽ ആയിട്ടുള്ള ഇങ്ങനത്തെ ഫിഗേഴ്സ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ എടുക്കേണ്ട ഈ ഗോഷ്യൻ സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി എ സിലിണ്ടർ അല്ലെങ്കിൽ ഒരു ട്യൂബ് ആണ് നിങ്ങൾ കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്. സോ ദേ ഇത്രയും പോണ L ലെങ്ത് ഉള്ള ഈ വയറിൻ്റെ ഒരു ചെറിയ പോർഷൻ നിങ്ങൾ ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള ഈ വയറിൻ്റെ L ലെങ്ത് ഉള്ള പോർഷൻ, ഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഒരു പോർഷൻ നിങ്ങൾ എന്ത് ചെയ്യുക നീക്കി വയ്ക്കുക. ഇതിൽ നിന്നും സ്മോൾ ആർ ഡിസ്റ്റൻസിലാണ് ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് കടന്നു പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിയിൽ കൂടെ കടന്നു പോകുന്ന രീതിയിൽ ഒരു സിലിണ്ടർ നിങ്ങൾ എന്ത് ചെയ്യുക കൺസ്ട്രക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ടേക്കും സ്മോൾ ആറ്, ഇങ്ങോട്ടേക്കും സ്മോൾ ആറ്, എല്ലാ പോയിന്റിലേക്കും അപ്പോൾ എന്താണ് ഇതിൽ നിന്നും ഇവിടേക്കും സ്മോൾ ആറ് എല്ലാ പോയിന്റിലേക്കും ആറ് ഡിസ്റ്റൻസ് സെയിം തന്നെയാണ്. സോ ഈ ഒരു ഭാഗത്തുള്ള ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഇവിടെയും വേണമെങ്കിൽ ഇവിടെയും ഒക്കെ എന്തായിരിക്കും സെയിം ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സിലിണ്ടർ ഷേപ്പിലുള്ള ഒരു ഗോഷ്യൻ സർഫസ് ഇവിടെ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. സ്പിയറിൽ ആകെ ഒരൊറ്റ സർഫസ് ഉണ്ടായിരുന്നുള്ളൂ, ദ കർവ്ഡ് സർഫസ്. ഇവിടെ 3 സർഫസ് ഉണ്ട്. ഒരെണ്ണം ദ കർവ്ഡ് സർഫസ്, ഒരെണ്ണം എൻഡ് സർഫസ്, ഇത് മൂന്നാമത്തത് എൻഡ് സർഫസ് ഇത്. അപ്പോൾ ഇതിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ എന്താണ് ഡിഫറൻ്റ് ആണ്. പക്ഷേ നിങ്ങളൊന്ന് നോക്കിയേ, ഇവിടെ അസ്യൂം ചെയ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പറയാൻ വിട്ടുപോയി. ഇങ്ങനെ ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള ചാർജ് ക്യാരിയിങ് കണ്ടക്ടറിൽ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. ഇങ്ങനെയാണ് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ വരിക. ഓക്കെ, കർവ്ഡ് സർഫസിൽ ഏരിയയുടെ ഡയറക്ഷൻ എങ്ങനെയാണ് ഇങ്ങനെ വരിക. സോ ഏരിയയും ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിയും പാരലലോ ആൻറ്റി പാരലലോ ആയിരിക്കും കർവ്ഡ് സർഫസിൽ. വാട്ട് അബൌട്ട് ദിസ് 2 സർഫസ്? ഇവിടുത്തെ 2 ഏരിയ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏരിയ ഇങ്ങനെയായിരിക്കും, ഇവിടെ ഇങ്ങനെയായിരിക്കും. സോ ഇവിടുത്തെ ഈ ചെറിയ ഏരിയയിലുള്ള ഫ്ലക്സ് എന്തായിരിക്കും d5 which is equal to E dot df, that is equal to E df cos ഏരിയയും ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി, cos 90. വാട്ട് ഈസ് cos 90? 0. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് ഈ ഏരിയയിൽ കൂടെ നോർമലായിട്ട് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നില്ലാണ്. ശരിയാ, ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോവുക, ട്യൂബ് ലൈറ്റിൻ്റെ ഒക്കെ പോലെ. അതിൽ വന്ന ലൈറ്റിൻ്റെ റേഫ് ഇങ്ങനെയാണ് വരിക, റേഡിയൽ ലൈറ്റ്. ഇങ്ങനെ ഒരു ലൈൻ കടന്നു പോകാൻ ഇങ്ങനെ എല്ലാ പോയിന്റിലും റേഡിയൽ ആയിട്ടാണ് എന്ത് വരിക ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഫീൽഡ് ലൈൻസ് കടന്നു പോകുക. സോ എൻഡ് സർഫസിലത്തെ ഏരിയകളിൽ ഫീൽഡ് ലൈൻസ് നോർമലായിട്ട് കടന്നു പോകില്ല, പെർപെൻഡിക്കുലർ എന്താണ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ്, നോർമൽ അല്ല, പാരലലോ ആൻറ്റി പാരലലോ ആയിട്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. ഏരിയയ്ക്ക് നോർമലായിട്ട് കടന്നു പോകില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ വെക്ടറിന് പാരലലായിട്ട് കടന്നു പോകില്ല, അങ്ങനെ വേണം നമ്മൾ പറയാൻ. അതായത് ഈ സർഫസിന്
ഗ്രേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഇലക്ട്രിക്കൽ ഫീൽഡ് ലൈൻസ് കടന്നു പോവുക. അതായത് നിങ്ങൾ മനസ്സിലാക്കി ഈ എൻഡ് സർഫസുകളിൽ ഫ്ലക്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട കാര്യം ഇതാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഞാൻ എറൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതിൽ എഴുതുക, കൺസ്ട്രക്ട് എ സിലിണ്ടറിക്കൽ Gaussian surface as shown in the figure which passes through the given point capital P, okay, in which the radius of the cylinder is small r. Okay, as there are no field lines passing normal through the end surfaces, flux through the end surfaces are 0. ഒന്നും കൂടി പറയാണ്, as there are no field lines passing normal through the end surfaces, flux through these surfaces are 0. ഈ സർഫസിലൂടെയുള്ള ഫ്ലക്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. So there will be only flux through the curved surface. Okay, ഇനി applying Gauss's law, integral E dot df that is equal to integral. അപ്പോൾ ഇവിടെ എല്ലായിടത്തും dfഉം eയും എന്താണ്, പാരലൽ ആയിട്ടാണ് കടന്നു വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് EDF cos 0 degree that is equal to integral EDF cos 0 എന്ന് പറയുന്നത് 1 ഈക്വൽ ടു നെറ്റ് ചാർജ്, ഇത്രയും ലെങ്ത്തിലുള്ള ഭാഗത്തിൻ്റെ നെറ്റ് ചാർജ് അത് നമുക്ക് Q എന്ന് എടുക്കാം, Q ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ബട്ട് ഇവിടെ നോക്കിയേ, ഇത്രയും ഭാഗത്തെ ചാർജ് ബൈ ഇത്രയും ഭാഗത്തെ ലെങ്ത്ത് ആണ് എന്ത്, ലാംഡ വരിക. സോ Q വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ L. സോ ഇൻ്റഗ്രൽ EDF ഈക്വൽ ടു ക്യൂവിൻ്റെ പകരം നമ്മൾ എന്തെന്ന് കൊടുക്കുക, ലാംഡ എൽ എന്ന് കൊടുക്കുക, ലാംഡ എൽ ബൈ എപ്സിലോൺ 0. ഈ എല്ലാ ഈ കർവ്ഡ് സർഫസിൻ്റെ എല്ലാ പോയിന്റിലും ഈ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈനെ എടുത്ത് പുറത്തേക്ക് എടുക്കുക. ഈ ഇൻ്റഗ്രൽ DF ഈക്വൽ ടു ലാംഡ എൽ ബൈ എപ്സിലോൺ 0. ഇനി എന്ത് ചെയ്യണം, ഇൻ്റഗ്രൽ DF എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർവ്ഡ് സർഫസിൻ്റെ, തെറ്റത്തെ വേണ്ട, അവിടെ ഫ്ലക്സ് ഇല്ല, കർവ്ഡ് സർഫസിൻ്റെ ഫ്ലക്സ് ലൈൻ നോർമലായിട്ട് കടന്നു പോകുന്ന ഭാഗത്തിൻ്റെ നെറ്റ് ഏരിയ. അപ്പോൾ എത്ര ആയിരിക്കും വരിക, വാട്ട് ഈസ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ, ഫേസിൻ്റെ പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഫേസിൻ്റെ പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്മോൾ ആർ ഡിസ്റ്റൻസ് അല്ല, പെരിമീറ്റർ വരിക 2π സ്മോൾ ആർ ഇൻറ്റു ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത്ത് നമ്മൾ L ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ ഈ 2πRL 2πRL ആണ് എന്ത് വരിക, കർവ്ഡ് സർഫസ് ഏരിയ വരിക 2πRL ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ എൽ ബൈ എപ്സിലോൺ 0. ദെർഫോർ ഈനെ കോമൺ ആയിട്ട് എടുക്കുക, ഈക്വൽ ടു ലാംഡ എൽ ബൈ 2πRL എപ്സിലോൺ 0. L കട്ട് ചെയ്ത് കളയുക, നമുക്ക് ബാക്കി നമുക്ക് വന്നിട്ടുള്ളത് ലാംഡ ഡിവൈഡഡ് ബൈ 2πR എപ്സിലോൺ 0. നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ ഞാൻ ഇവിടെ വലുതാക്കി ഞാൻ എഴുതുന്നുണ്ട്. സോ ഇവിടെ വന്നിരിക്കുന്ന എക്സ്പ്രഷൻ E വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ 2π എപ്സിലോൺ 0R ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഞാൻ ഇത് ബാക്കിയുള്ള എക്സ്പ്രഷനുകളായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇൻറ്റു 2/2 ഇത് തന്നെ മതി, രണ്ട് എക്സ്പ്രഷൻ ആയാലും സെയിം തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 × 2 4π എപ്സിലോൺ 0 2 ലാംഡ ഡിവൈഡഡ് ബൈ ആർ. കണ്ട ഈ 1/4π എപ്സിലോൺ 0 കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇവിടെ മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. സോ ഇതാണ് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇതിൽ L എന്ന് പറഞ്ഞിട്ടുള്ള ടേം വന്നിട്ടുണ്ടോ, ക്യാപിറ്റൽ L നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഡെഫിനിറ്റ് പോർഷനാണ് എന്ത്, L ലെങ്ത് ഉള്ള സിലിണ്ടർ. നോക്കിയേ, L എന്ന് പറഞ്ഞിട്ടുള്ള ടേമേ വന്നിട്ടില്ല. അപ്പോൾ ആ പോയിന്റിലത്തെ ശ്രദ്ധിക്കണം, ഇവിടെ ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള കറണ്ട് ചാർജ് ക്യാരിങ് കണ്ടക്ടറിൻ്റെ ഈ പോയിന്റ് Pയിൽ വരുന്ന ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ലാംഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഡെൻസിറ്റി, അതൊരു കോൺസ്റ്റൻ്റ് ആണ്, ലീനിയർ ചാർജ് ഡെൻസിറ്റി. ആൻഡ് ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടക്ടർ വയറുമായിട്ട് ഈ പോയിന്റിലേക്കുള്ള മിനിമം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് വരിക. സ്മോൾ ആറും മാത്രം ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഈ 1/4π എപ്സിലോൺ 0യും 2യും ലാംഡയും കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ആറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ എത്ര ലോങ് ആയിട്ടുള്ള വയറായാലും ഈ ആറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പോയിന്റിലത്തെ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി വരിക. ഓക്കെ, വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ, ഈ പോയിന്റിൽ കൂടെ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇങ്ങനെയാണ് പോവുക.
ബാക്കിയുള്ള ഭാഗത്തും ഇപ്പോൾ നോക്കി ഇവിടുത്തെ ഒരു ചാർജ് കാരണം ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇങ്ങനെ പോവും, ഇവിടുത്തെ ഒരു ചാർജ് കാരണം ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇങ്ങനെ പോവും. ഇത് രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് ആയിരിക്കും ഇത്. സോ ഈ പോയിൻറ്റിൻ്റെ അപ്പുറത്തുള്ള ലെങ്ത്തുകളും ഇപ്പുറത്തുള്ള ലെങ്ത്തുകളിലുള്ള ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റികളുടെ കമ്പോണൻറ്റ് വൈഫ് എടുക്കുമ്പോൾ എല്ലായ്പ്പോഴും എന്താണ് വരിക, ഈ ഒരു ഡയറക്ഷനിലാണ് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി കടന്നു പോവുക. ഓക്കെ, സോ ഇതിൻ്റെ കൂടെ എഴുതാം ഡിറക്ഷൻ ഈസ് റേഡിയൽ, അത്ര മാത്രം എഴുതിയാൽ മതി. ഈ പറഞ്ഞതാണ് ഇപ്പോൾ ഇതിൻ്റെ മീനിങ്. റേഡിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ ആ ഡയറക്ഷനിൽ, ആ റേഡിയസിൻ്റെ ഡയറക്ഷനിലാണ് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി കടന്നു പോകുന്നത്. റേഡിയൽ ഔട്ട്വേർഡ് എന്നും കൂടി വേണമെങ്കിൽ എഴുതിക്കോ, റേഡിയൽ ഔട്ട്വേർഡ്. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇൻവേർഡ് ആയിട്ട് വരും. നമ്മളിപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് വെച്ചിട്ടല്ല എടുത്തത്, അതുകൊണ്ട് റേഡിയൽ ഔട്ട്വേർഡ്. ദെൻ നെക്സ്റ്റ് വൺ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്താണ്, ഒരു 1 ഡയമെൻഷണൽ ചാർജ് ക്യാരിയിങ് കണ്ടക്ടറാണ് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്തത്. ഇനി 2 ഡയമെൻഷണൽ ഒരു ഇൻഫിനിറ്റ് സർഫസ്, അതിൻ്റെ മുകളിലുള്ള ചാർജ് ഡെൻസിറ്റി സിഗ്മ, അങ്ങനെയുള്ള ഒരു ഷീറ്റ്, ഒരു ചാർജ്ഡ് ഷീറ്റ് കാരണം അവിടെ നിന്നും ആ ഡിസ്റ്റൻസ് ഇവിടെ ആയിട്ടുള്ള പോയിന്റിലത്തെ എന്ത് കാണണം, നമുക്ക് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണണം. അപ്പോൾ ഈ സർഫസിൽ നിന്നും മുകളിലായിട്ട്, ഇതിപ്പോൾ ഇതിൽ എങ്ങനെ വരച്ചാലും സർഫസിൽ കിടക്കണ പോലെ തോന്നുള്ളൂ. ഇതിൻ്റെ ഇപ്പം ഈ ബോർഡാണ് ഇപ്പോൾ സർഫസ് എന്ന് വിചാരിക്കുക. ഇതിൽ നിന്ന് ഈ പോയിന്റിലായിട്ടുള്ള ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണണം. അപ്പോൾ അതാണ് വരച്ചിരിക്കുന്നത്. ഇതാണ് പോയിന്റ് പി, ഇതാണ് ടോട്ടൽ സർഫസ്. സിഗ്മയാണ് ഇതിൻ്റെ എന്ത്, സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തൊട്ട് ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ എഴുതാം. റൈറ്റ് ഡൗൺ ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി, റൈറ്റ് ഡൗൺ ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു an infinite charge sheet. Find out the electrical field intensity due to an infinite charge sheet. ഇൻഫിനിറ്റ് ആയിട്ടുള്ള ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഏരിയ ചാർജ് ഷീറ്റ്, അങ്ങനെ എഴുതായിരിക്കും ഒന്നും കൂടി നല്ലത്. ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഓഫ് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് ഏരിയ ചാർജ് ഷീറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ, അത് എഴുതിയെടുക്കുക. അപ്പോൾ നമ്മൾ വെച്ചാൽ പോയിന്റ് പിയിൽ കൂടെ കടന്നു പോകുന്ന ഒരു ഗോഷ്യൻ സർഫസ് നമ്മൾ വരയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജ് ഷീറ്റിൻ്റെ ഒരു പോർഷനിൽ കൂടെ എന്ത് ചെയ്യണം, കടന്നു പോകണം. ആ പോർഷനിൽ വരുന്ന ചാർജ് മൊത്തം ആ ഗോഷ്യൻ സർഫസിൻ്റെ ഉള്ളിൽ എൻക്ലോസ്ഡ് ആവണം. ആൻഡ് അതിൻ്റെ ഫ്ലക്സ് വരുന്ന പോയിന്റിലത്തെ ഫ്ലക്സ് കടന്നു പോകുന്ന പോയിന്റുകളിലെ എല്ലായിടത്തും ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താവണം, സെയിം ആവണം. അതും കൂടി പറയണം. എല്ലാ ഏരിയയിലും ഈ കോൺസ്റ്റൻ്റ് ആവണമെന്ന് നിർബന്ധമില്ല. ഫ്ലക്സ് വരുന്ന ഏരിയകളിൽ എന്തായിരിക്കണം, ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എല്ലാ പോയിന്റിലും എന്തായിരിക്കണം, കോൺസ്റ്റൻ്റ് ആയിട്ട് വരണം. അപ്പോൾ ഇവിടെ ഞാൻ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു ഗോഷ്യൻ സർഫസിനേക്കാൾ മുമ്പ് ഈ പോയിന്റ് പിന്ന് താഴെ ഇത്രയും പോകുന്ന ഭാഗത്തെ ചാർജാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. സോ എഫ് ഏരിയയിൽ എഫ് മതി, എഫ് ഏരിയ വരുന്ന ഒരു ചാർജിൻ്റെ പോർഷൻ. അപ്പോൾ ഇവിടെയാണ് എൻ്റെ പോയിന്റ് വെച്ചിരിക്കുന്നത്. ഇവിടെ ബോർഡിലായിട്ട് ഒരു ചെറിയ സർക്കിളോ സ്ക്വയറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ഒരു സർഫസ് നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയൊരു ഫൈനൈറ്റ് സർഫസ് നിങ്ങൾ കൺസ്ട്രക്റ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, മുകളിലോട്ടേക്കും താഴോട്ടേക്കും എന്ത് ചെയ്യുക, ഇതിങ്ങനെ വലിച്ചു നീട്ടുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു സർക്കിൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറും പാത്രത്തിൻ്റെ ഒക്കെ ഷേപ്പിൽ, ഒരു സിലിണ്ടറിൻ്റെ ഒക്കെ ഷേപ്പിൽ ഒരു പർട്ടിക്കുലർ സർഫസാണ് മുകളിലോട്ടേക്ക് വരിക. അതേപോലെ തന്നെ താഴോട്ടേക്കും, ഇത് മുകളിലോട്ടേക്കും താഴോട്ടേക്കും, ഈ ബോർഡിന് മുമ്പിലോട്ടേക്കും ബാക്കിലോട്ടേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് വലിച്ചു നീട്ടണം ഒരേപോലെ. കാരണം ഈ ചാർജ് കാരണം വരുന്ന ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഫീൽഡ് ലൈൻസ് ഇങ്ങനെയും ബാക്കിലോട്ടേക്കും അല്ലെങ്കിൽ താഴോട്ടേക്കും എന്ത് ചെയ്യുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യണത്, താഴോട്ടേക്കും മുകളിലോട്ടേക്കും ആ ഏരിയനെ എന്ത് ചെയ്യുക, വലിച്ചു നീട്ടി നിങ്ങൾ ഒരു 3 ഡയമെൻഷണൽ ഗോഷ്യൻ സർഫസ് കൺസ്ട്രക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന രീതിയിൽ വരുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക, മുകളിലുണ്ട് താഴെയുണ്ട്. ഓക്കെ,
ഇതിനെയാണ് നിങ്ങൾ പിൽ ബോക്സ് എന്ന് പറയുക. പിൽ ബോക്സ് എന്താ പില്ല്? ഗുളികപ്പെട്ടി. ഗുളികപ്പെട്ടിയുടെ ഷേപ്പിലുള്ള ഒരു ഗോഷ്യൻ സർഫസാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ സ്ക്വയർ ആവാം, ചിലപ്പോൾ ലേഡീസൊക്കെ പൗഡറൊക്കെ ഇടുന്ന മറ്റേ ഇത് കണ്ടിട്ടില്ലേ, റോസ് പൗഡറൊക്കെ ഇടുന്ന പോലത്തെ ചെറിയ പാത്രം, സിലിണ്ടറിക്കൽ പാത്രം, അങ്ങനത്തെ ഷേപ്പ് ആവാം. അപ്പോൾ ആ ഒരു ഷേപ്പിലുള്ള ഒരു ഗോഷ്യൻ സർഫസാണ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡ് ലൈൻസ് നോർമലായിട്ട് കടന്നു പോകുന്നത് ഈ ഏരിയ കൂടെയും താഴത്തെ ഏരിയ കൂടെയും മാത്രമേ ഉള്ളൂ. സോ നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് മുമ്പത്തെ കേസിൻ്റെ നേരെ ഓപ്പോസിറ്റ്. മുമ്പത്തെ കേസിൽ എന്തായിരുന്നു? കർവ്ഡ് സർഫസ് ഏരിയ കൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിലിണ്ടറിൻ്റെ. ഇവിടെ മുകളിലും താഴെയും മാത്രമേ കടന്നു പോകുന്നുള്ളൂ. ഓക്കെ, ഇനി ഈ സർഫസിൽ നിന്നും സ്മോൾ ആർ ഡിസ്റ്റൻസിലാണ് ഈ പോയിന്റ് ഇരിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ താഴേക്കും എന്തിട്ടുണ്ട്? സ്മോൾ ആർ എടുത്തുണ്ട്. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് ബൈ ആർ സ്ക്വയർ. ഇവിടെ ഈ ആറിനെ ഇതിൻ്റെ ഏരിയ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിലാണ് ഒരു വട്ടം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ആ ചാർജ് ഷീറ്റിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ സെലക്ട് ചെയ്ത ചാർജ് ഷീറ്റിൻ്റെ ഏരിയ എഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം മുകളിലും ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും? ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ ആരോ മാർക്ക് ഇട്ടിട്ട്. ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും? എഫ്. ഇവിടുത്തെ ഏരിയ എന്തായിരിക്കും? എഫ് ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഈ ഭാഗത്ത് ഈ നമ്മൾ സെലക്ട് ചെയ്ത ചാർജിൻ്റെ പോർഷനിൽ നിന്നും സ്മോൾ ആർ ഡിസ്റ്റൻസിലാണ് എല്ലാ പോയിന്റും നിൽക്കുന്നത്. ഇതാറ് താഴേക്കും ആറ്. സോ ഈ താഴത്തെയും മുകളിലത്തെയും എല്ലാ പോയിന്റിലേക്കുമുള്ള ഡിസ്റ്റൻസ് സെയിം ആയിട്ടുള്ള കാരണം ഈ മുകളിലത്തെ ഏരിയയിലത്തെയും താഴത്തെ ഏരിയയിലത്തെയും ഓരോ പോയിന്റിലുമുള്ള ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ഇവിടെയും ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? യൂസിങ് ഗോസസ് ലോ എഴുതാം. അങ്ങനെ ഞാൻ എഴുതാം, യൂസിങ് ഗോസസ് ലോ. ഗോസസ് ലോ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു എല്ലായിടത്തും ഏരിയയും ഇയും എന്താണ്? പാരലൽ ഓർ ആൻറ്റി പാരലൽ ആണ്. ഇപ്പോൾ തീറ്റ എന്താണ്? 0 ആണ് വരിക. ഇൻ്റഗ്രൽ ഇ ഡി എഫ് കോസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡി എഫ്. സോ ഇൻ്റഗ്രൽ ഇ ഡി എഫ് ഈക്വൽ ടു നെറ്റ് ചാർജ് ക്യൂ ആണെന്നിരിക്കട്ടെ, ക്യൂ ബൈ എപ്സിലോൺ 0. ഇനി എന്ത് ചെയ്യുക? ഈനെടുത്ത് പുറത്തേക്ക് എടുക്കുക. ഹിയർ അല്ലെങ്കിൽ വേണ്ട ഒരു മിനിറ്റ്, ഹിയർ ക്യൂ ബൈ ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ ഏരിയ. അപ്പോൾ ഇവിടുത്തെ ചാർജ്, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ചാർജ് എന്ന് പറയുന്നത് ക്യൂ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എഫ്. ക്യൂ ബൈ എഫ് ആണെന്ത്? സിഗ്മ. സോ വാട്ട് ഈസ് ക്യൂ? അതായത് നമ്മൾ സെലക്ട് ചെയ്ത പോർഷൻ്റെ ചാർജ്, അതിൻ്റെ ഉള്ളിൽ ടോട്ടൽ ചാർജ് ക്യൂ, അതിൻ്റെ ടോട്ടൽ ഏരിയ എഫ്. സോ ക്യൂ ബൈ എഫ്. ആ ഷീറ്റിൽ ക്യൂ ബൈ എഫ് ഈസ് ഈക്വൽ ടു സിഗ്മ. സോ ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ എഫ്. ഈനെടുത്ത് പുറത്തേക്ക് കിട്ടു. ഇ ഇൻ്റഗ്രൽ ഡി എഫ് ഈക്വൽ ടു സിഗ്മ എഫ് ബൈ എപ്സിലോൺ 0. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ഇനി എന്താണ്? ഇൻ്റഗ്രൽ ഡി എഫ് ടോട്ടൽ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. ടോട്ടൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫ്ലക്സ് നോർമലായിട്ട് കടന്നു പോകുന്ന ഏരിയകൾ മാത്രം മതി. മുകളിലത്തെ ഏരിയ കൂടെയും താഴത്തെ ഏരിയ കൂടെയും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഫ്ലക്സ് നോർമലായിട്ട് കടന്നു പോകുന്നുള്ളൂ. മുകളിലത്തെ ഏരിയ എഫ്, താഴത്തെ ഏരിയ എഫ്. സോ ഇ ടു എഫ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെ ഉള്ളത് മാത്രം നോക്കിയാൽ പോരെയെന്ന്. അല്ല, ഇവിടെ ഫ്ലക്സ് അതായത് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണ്? നോർമലായിട്ട് കടന്നു പോകുന്ന എല്ലാ ഏരിയകളും കൺസിഡർ ചെയ്യണം. മുകളിലും താഴെയും നോർമലായിട്ട് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ രണ്ട് ഏരിയകളും കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇ ടു എഫ് വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് ബൈ എപ്സിലോൺ 0. സോ ഇ വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് ബൈ 2f എപ്സിലോൺ 0. എഫ് എഫ് കട്ട് ചെയ്ത് പോയി, ബാക്കി വരെ സിഗ്മ ബൈ 2 എപ്സിലോൺ 0. സോ ഒരു ചാർജ് ഷീറ്റ്, ഇൻഫിനിറ്റ്ലി ഏരിയ ചാർജ് ഷീറ്റിൽ നിന്നും ആർ ഡിസ്റ്റൻസിലുള്ള ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ചാർജ് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എപ്സിലോൺ 0. ചാർജ് ഡെൻസിറ്റി ഒരു കോൺസ്റ്റൻറ്റാണ്, എപ്സിലോൺ 0 ഒരു കോൺസ്റ്റൻറ്റാണ്, 2 ഒരു കോൺസ്റ്റൻറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ഫ്ലോറാണ് ഒരു ചാർജ്ഡ് കണ്ടക്ടർ എന്ന് വിചാരിക്കുക, സർഫസ് ചാർജ്. അതിന് ഇൻഫിനിറ്റ് സർഫസ് ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഷേപ്പിലാണ് പോകണമെന്ന് മാത്രം. അത് നിങ്ങളുടെ ഫ്ലോർ ഫൈനൈറ്റ് ഏരിയ ആയിരിക്കും, പക്ഷേ അതെന്താണ്? ഇൻഫിനിറ്റി ആയിട്ട് ഇങ്ങനെ പരന്ന് എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ അത് കാരണം നിങ്ങളുടെ ഹൈറ്റിൽ ഇപ്പോൾ എന്താണ് ഒരു 5.4 ഹൈറ്റോ അല്ലെങ്കിൽ 5 അടി ഹൈറ്റിലോ ഉള്ള ഒരു പോയിൻറ്റിലത്തെ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷീറ്റിൽ നിന്നും ഈ പോയിന്റിലോട്ടേക്കുള്ള ഡിസ്റ്റൻസിന് അതെന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഞാൻ ഈ പോയിന്റ് എടുത്താലും ഈ പോയിന്റ് എടുത്താലും ഈ പോയിന്റ് എടുത്താലും എല്ലാ പോയിന്റിലും ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇൻഫിനിറ്റ്ലി ഏരിയ
ചാർജ് ഷീറ്റ് കാരണം ഉള്ള ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ഫീൽഡ് ആയിരിക്കും. അതിൻ്റെ ഒരു പേര് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂണിഫോം ഇലക്ട്രിക്കൽ ഫീൽഡ്. അപ്പോൾ എൻ്റെ ഈ ഫ്ലോർ ആണെന്ന് വിചാരിക്കുക, ഇൻഫിനിറ്റ്ലി ചാർജ് ഷീറ്റ്. അത് കാരണം ഈ ഒരു ഭാഗത്തെ ഈ വോളിയം, ഈ റൂമിൻ്റെ ഉള്ളിലുള്ള എല്ലാ പോയിന്റിലും ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്തുകൊണ്ട് കോൺസ്റ്റൻ്റ് ആയി വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത്രയും പോകുന്നൊരു പോർഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് താഴെ ഒരു ഡെഫിനിറ്റ് സർക്കിളിൽ വരുന്ന ചാർജ് കാരണം മാത്രമേ ഇവിടെ എന്തുണ്ടാവുള്ളൂ? ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാവുള്ളൂ. ഇത്രയും ഭാഗം വരുമ്പോൾ ഇതിന് താഴെ വരുന്ന വലിയൊരു സർക്കിൾ വരും. അതിൻ്റെ ഫീൽഡ് ഓഫ് വിഷൻ എന്നാ പറയുക. അതിന് ചുറ്റുമുള്ള ഭാഗത്തെ കാരണം വരുന്ന ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? നെഗ്ലിജിബിൾ ആയിരിക്കും. ഹൈറ്റ് കൂടും തോറും അത് കവർ ചെയ്യുന്ന കൊണിക്കൽ ഏരിയ, അതിൻ്റെ കൂടുതലായിട്ട് ഇലക്ട്രോ ഡൈനാമിക്സ് ഹയർ ക്ലാസ്സിലാണ് നിങ്ങളത് പഠിക്കുള്ളൂ. സോ എത്ര ഡിസ്റ്റൻസ് കൂടും തോറും ഈ ചാർജ്ഡ് ഷീറ്റിൽ വരുന്ന ഫീൽഡ് ഓഫ് ഏരിയ കൂടി കൂടി വരും. അങ്ങനെ വരുമ്പോൾ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, അപ്പോൾ ആർ കൂടും തോറും ഈ കുറയും. എന്നിരുന്നാലും ഇവിടെ ചാർജ് എന്ത് ചെയ്യും? കൂടി 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 വരും. ഓക്കെ, അതിൻ്റെ ആ ഫീൽഡ് ഓഫ് വിഷനിൽ വരുന്ന ചാർജിൻ്റെ എമൗണ്ട് കൂടി കൂടി വരും. അങ്ങനെ എത്ര ഡിസ്റ്റൻസ് കൂടിയാലും ഈ ഏരിയ ഇൻഫിനിറ്റി ആണെങ്കിൽ ദ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി വിൽ ബി എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൗ വി ക്യാൻ പ്രൊഡ്യൂസ് എ യൂണിഫോം ഇലക്ട്രിക്കൽ ഫീൽഡ്? കൺസ്ട്രക്ട് ആൻ ഇൻഫിനിറ്റ് ഏരിയ ചാർജ് ഷീറ്റ് ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ യൂണിഫോം ഫീൽഡ്. ഒരു ഇൻഫിനിറ്റ് ഏരിയ ചാർജ് ഷീറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതൊരു യൂണിഫോം ഫീൽഡായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സ്പ്രഷൻ വന്നിരിക്കുന്നത്. ഇനി ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻ ബിറ്റ്വീൻ ടു ചാർജ് ഷീറ്റ് ഉണ്ട്. അത് നമുക്ക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ഭാഗത്ത് പഠിക്കാൻ ഉണ്ട്. അപ്പോൾ അവിടെയും ഇവിടെയും ഇത് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, രണ്ട് സ്ഥലത്തും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മേജർ പോർഷൻസ് കഴിഞ്ഞു. ഇനി ഇതിൽ പ്രോബ്ലം സെക്ഷൻ ഉണ്ട്. പ്രോബ്ലം സെക്ഷൻ നമുക്ക് ചെയ്യണം. അത് ഞാൻ വേറെ ക്ലാസ്സിൽ ഞാൻ ചെയ്യിപ്പിക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് പ്രോബ്ലം ആയിട്ടല്ല, ഒരു ജസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ ഇ വേഴ്സസ് ആർ, അതായത് ഡിസ്റ്റൻസ് വേഴ്സസ് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഗ്രാഫ് ഓഫ് എ സ്പെറിക്കൽ കണ്ടക്ടർ ഹാവിങ് എ സർഫസ് ചാർജ് ക്യൂ. ഒരു സ്പെറിക്കൽ കണ്ടക്ടറിന് അതിൻ്റെ സർഫസിൽ ചാർജ് ക്യൂ ഉണ്ട്. നെറ്റ് ചാർജ്, ഇതിൻ്റെ ചുറ്റുള്ള ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ക്യൂ ആണ്. അത് കാരണം അതിൻ്റെ ഇ വേഴ്സസ് ആർ, ആറും ഇയും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ നമുക്കറിയാം എന്താണ്, ഇ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. ആറ് കൂടും തോറും ഈ എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ അതെ, ഈ സാധനം ഇവിടെ വരയ്ക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ജസ്റ്റ് എന്താണ്, ഇതിൻ്റെ റേഡിയസ് സ്മോൾ ആർ അല്ലേ. സോ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് എന്ത്? ആർ ഡിസ്റ്റൻസ്. ഇവിടെയും ഇത് മൈനസ് ആർ ഡിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. സോ ഡിസ്റ്റൻസ് ഏറ്റവും കുറവ് എവിടെയാണ്? ഇവിടെയാണ്. ശരിക്കും ഇവിടെയാണ് കുറവ്, എന്നാലും ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡിസ്റ്റൻസ് ഏറ്റവും കുറവ് എവിടെയാണ്? അപ്പോൾ ആറ് കുറയും തോറും കൂടും. അപ്പോൾ ഇവിടെയാണ് മാക്സിമം വരിക. ഇവിടെ നിന്നും എന്ത് ചെയ്യും? ഫീൽഡ് ഇങ്ങനെ കുറഞ്ഞ് 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 ഇങ്ങനെയാണ് പോവുക. അസിംപ്റ്റോട്ടിക്കലായിട്ട്, അതായത് ടച്ച് ചെയ്യാതെയാണ് ഇങ്ങനെ പോവുക. ഇൻഫിനിറ്റിയിലാണ് എന്ത് ചെയ്യുള്ളൂ? ടച്ച് ചെയ്യുള്ളൂ. ഇവിടെയും ഇങ്ങനെയാണ് പോവുക. ഉള്ളിലോട്ടേക്കോ? ഇതൊരു സ്പെറിക്കൽ കണ്ടക്ടറാണ്, ഒരു മെറ്റാലിക് സ്പിയറാണ്. അതിൻ്റെ സർഫസിലാണ് ഈ ചാർജ് വന്നിരിക്കുന്നത്. ഉള്ളിൽ എന്തായിരിക്കും ഫീൽഡ്? 0 ആയിരിക്കും കേട്ടോ. അതായത് ഒരു ചാർജ് കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഉള്ളിലോട്ടേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് വരും? ഫീൽഡ് 0 വരും. ദേ 0 0 0 0 0. അപ്പോൾ ആറിൻ്റെ ഉള്ളിലോട്ടേക്ക് വന്നപ്പോൾ ഇൻ്റെ വാല്യൂ എന്ത് വന്നു? അപ്പോൾ ഇതാണ് എന്ത്? ഇ, ഇത് ആറ്. സോ ആറിൻ്റെ ഉള്ളിലോട്ടേക്ക് വന്നപ്പോൾ ഇൻ്റെ വാല്യൂ 0നോടാണ് എന്ത് വരുന്നത്? അടുത്തടുത്ത് വരുന്നത്. സോ ഇതാണ് ഇ വേഴ്സസ് ഗ്രാഫ് ഓഫ് എ സ്പെറിക്കലി ചാർജ്ഡ് കണ്ടക്ടർ. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ നമ്മുടെ തിയറി സെക്ഷൻ കഴിഞ്ഞു. ഈ ചാപ്റ്റർ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. മുമ്പത്തെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുക? റെഫർ ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് പ്രോബ്ലംസ് ചെയ്യായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ബട്ട് 2 ചാപ്റ്ററൊക്കെ കഴിഞ്ഞിട്ട് പ്രോബ്ലംസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഫസ്റ്റത്തെ ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും കണ്ടിന്യൂഷനാണ്. സോ ബെറ്റർ ഇഫ് we continue the problem section after the second chapter if you must.
അല്ലെങ്കിൽ പ്രോബ്ലംസ് വേണം സാറേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഇൻഫോം ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഫിസിക്സിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആയിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നല്ലൊരു ചാപ്റ്ററാണ്, ബട്ട് അതിൽ കുറേ നൊട്ടേഷൻസ് വരുന്നുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ 4 സാധനം ഡിഫറൻ്റ് ആണ്. പക്ഷേ ഈ 4 എണ്ണം ഒന്നാണെന്ന് വിചാരിച്ചിട്ട് പലർക്കും ഡൗട്ട് വന്നിട്ടുണ്ട്. പലരും എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ 4 ഒന്നല്ലേ സാറെന്ന്. 4 ഒന്നല്ല, ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട് അതിൻ്റെ ഡെഫിനേഷൻ വൈസായിട്ട്. അപ്പോൾ അതാദ്യം പറഞ്ഞു തരണം. അതിനുശേഷം പൊട്ടൻഷ്യലും ഇലക്ട്രിക്കൽ ഫീൽഡും തമ്മിലുള്ള റിലേഷൻ, ദെൻ കപ്പാസിറ്റൻസ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഗുഡ് ലക്ക്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.